ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, കറണ്ട് സിറ്റുവേഷൻ, അവരുടെ നെക്സ്റ്റ് ആക്ഷൻ ഒക്കെയാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി നോക്കുമ്പോൾ മനസ്സിലാവുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസപ്പോയിൻമെൻറ്റ് എനർജിയിലാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ എന്തൊക്കെയോ ഈ ഒരു പേഴ്സണ് ലോസ് ആയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അവരുടെ എനർജി നോക്കുമ്പോൾ അവർ ഏതോ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത ഒരു എനർജിയാണ്. അതായത് ആ ഒരു സാഹചര്യം ഇനി എൻ്റെ ലൈഫിൽ വേണ്ട എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തി തിരിഞ്ഞു നടക്കുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ അത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിന്ന സാഹചര്യത്തിൽ നിന്നായിരിക്കാം. തിരിഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നഷ്ടമായി എനിക്ക്, അല്ലെങ്കിൽ പാസ്റ്റിൻ്റെ മിസ്റ്റേക്കുകൾ അക്സെപ്റ്റ് ചെയ്യുന്നു ഈ ഒരു വ്യക്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെയോ മനസ്സിലാക്കലുകൾ നടന്നിട്ടുണ്ട്, എന്തൊക്കെയോ നഷ്ടബോധം വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വ്യക്തി പാസ്റ്റിൽ തന്നെ സ്റ്റക്കാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ നഷ്ടമായതിലാണ് ആ ഒരു വ്യക്തി കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത്. എന്തായിരുന്നു അവരുടെ സാഹചര്യം എന്നുള്ളത് നോക്കാം. എന്ത് സാഹചര്യത്തിൽ നിന്നാണ് ഇവിടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു ജസ്റ്റിസ് വന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നായിരിക്കാം. എന്തായാലും ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റെ ആയ ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. നിങ്ങൾക്കൊരു നീതി കിട്ടി എന്നുള്ളത് തന്നെയാണ് കാണുന്നത് ഇവിടെ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു വ്യക്തി ആ ഒരു സാഹചര്യത്തിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്ന ഒരു എനർജി കണ്ട്. എന്തായാലും ഇവിടെ ഒരു ജസ്റ്റിസ് കാർഡ് വന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തായാലും കാണുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാം ജസ്റ്റിസ് കിട്ടിയത്. നമുക്ക് കൂടുതൽ കാർഡ്സ് എടുക്കുമ്പോൾ ക്ലാരിറ്റി കിട്ടുന്നതാണ്. യെസ്, ഇവിടെ ഒരു ഡെവിൽ എനർജിയാണ് കാണുന്നത്. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എൻ്റെ ആയ ഒരു അവസ്ഥയാണ് കാണുന്നത്. അതായത് ആ ഒരു ഡെവിൽ എനർജി എൻ്റെ ആയ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടിയത്. അതായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസപ്പോയിൻമെൻറ്റ് മോഡിലിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സങ്കടത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു വ്യക്തിക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടാവില്ല. കാരണം ചെയ്ത തെറ്റുകളെക്കുറിച്ച് ആ ഒരു വ്യക്തിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ഓർത്തിട്ട് ആ ഒരു വ്യക്തി വളരെയധികം വേദനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് പാസ്റ്റിൻ്റെ ആ ഒരു തെറ്റുകളെല്ലാം തന്നെ പാസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഒരു റീബർത്താണ് സംഭവിച്ചിരിക്കുന്നത്. അവരുടെ സോൾ ഇപ്പോൾ പുതിയൊരാളായി മാറുക, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എനർജിയാണ്. എന്തായാലും ഈ ഒരു വ്യക്തി ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർത്ത് നല്ല ബോധ്യമുണ്ട്. ആ ഒരു ഡെവിൽ എനർജിയെ ബ്രേക്ക് ചെയ്ത ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ജസ്റ്റിസ് വന്നിട്ടുണ്ട്. എന്തായാലും ആ ഒരു വ്യക്തി ഒരു വളരെയധികം വേദനിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. എന്തായാലും ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർത്ത് നല്ല ബോധ്യമുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുത്തിയ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ആ ഒരു വ്യക്തി വല്ലാതെ വേദനിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് അവരുടെ സ്നേഹവുമായി എത്തണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. കാരണം ഇപ്പോൾ ഓൾറെഡി അവരുടെ ആ ഒരു തെറ്റുകളെല്ലാം തന്നെ ആ ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ ചെയ്ത തെറ്റ് എന്താണെന്നുള്ളത് ആ ഒരു വ്യക്തി മനസ്സിലാക്കി യൂണിവേഴ്സ് കൊടുത്തെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്ന ഒരു ജസ്റ്റിസാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർത്ത് നല്ല ബോധ്യമുണ്ട് ഈ ഒരു പേഴ്സണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് അവരുടെ സ്നേഹവുമായി എത്തണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നു. നിങ്ങൾ മൊത്തമൊരു സന്തോഷമുള്ളൊരു കുടുംബം നയിക്കണമെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നു.
ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു ഈ ഒരു പേഴ്സൺ. ചിലപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ ആലോചിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള സയൻസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ലൈഫിലെ ആ ഒരു നെഗറ്റീവ് എനർജി ബ്രേക്കായ ഒരു സിറ്റുവേഷൻ കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ജസ്റ്റിസ് നടന്നതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെയും കൊണ്ട് അവരുടെ ഫ്യൂച്ചറിലേക്ക് പോകണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. കാരണം നിങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. അതായത് നിങ്ങളെ ഒരു വാല്യൂം ഇല്ലാതെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അത് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളെ വാല്യൂ ഉള്ളതാക്കി മാറ്റണം, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെയും കൊണ്ട് അവരുടെ ഫ്യൂച്ചറിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് ഇനിയും കൊണ്ടുവരേണ്ടത് കാത്തു നിൽക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഈ ഒരു പേഴ്സൺ. ചിലപ്പോൾ നിങ്ങളുടെ ഒരു റെസ്പോൺസിന് വേണ്ടിയിട്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റി ഈ ഒരു വ്യക്തി വളരെയധികം പ്ലാൻ ചെയ്യുന്നതാണ് കാണുന്നത്. അതെന്തെന്നാൽ നിങ്ങളുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കണം, നിങ്ങളുടെ ലൈഫിലൊരു സെലിബ്രേഷൻ കൊണ്ടുവരണം, നിങ്ങളുടെ ലൈഫിനൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു പേഴ്സൺ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തി ആ ഒരു നെഗറ്റീവ് എനർജി അവരുടെ ലൈഫിൽ നിന്ന് പോയതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ വിട്ടിട്ട് പോകാൻ അവർക്ക് കഴിയുകയില്ല എന്നുള്ളത് ഈ ഒരു പേഴ്സൺ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയ ഒരു സാഹചര്യമാണ് കാണുന്നത്. ചിലപ്പോൾ അവരുടെ ഫീലിങ്സോ അവരുടെ സ്നേഹമോ ഒന്നും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ അവർക്ക് നിങ്ങളെ വിട്ടു പോകാൻ കഴിയുകയില്ല. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നോക്കുമ്പോഴും അവരുടെ സോൾ മെസ്സേജ് നോക്കുമ്പോഴും നമുക്ക് 5 ഓഫ് കപ്സ് തന്നെയാണ് അഗെയിൻ കിട്ടിയത്. അവർക്ക് ചെയ്ത കാര്യത്തെ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണിത്. വളരെയധികം സാഡാണ് നിങ്ങളുടെ പേഴ്സൺ. അവർക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം വേറൊരാൾക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ ഉണ്ടായി എന്നുള്ളത് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയതായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സാഡാണ്. ചെയ്ത കാര്യത്തെ പറ്റിയിട്ടെല്ലാം തന്നെ ഒരു ബോധ്യം വന്നതായിട്ടാണ് കാണുന്നത്. കറണ്ട് ഫീലിങ്സ് നോക്കാം നിങ്ങളോടുള്ള. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ എടുത്ത് വളരെയധികം വേഗത്തിൽ മുന്നോട്ട് നീങ്ങാം എന്നുള്ള രീതിയിൽ, അതായത് നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് ഓടിയെത്താം എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു പെട്ടെന്ന് വരുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്നാൽ നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തന്ന് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് അത് നിങ്ങൾക്ക് തരണം എന്നുള്ള രീതിയിൽ വരുന്ന ഒരു എനർജിയാണിത്. വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു എനർജിയാണ്. കാരണം ഈ ഒരു വ്യക്തി ഓൾറെഡി വളരെയധികം സങ്കടത്തിലാണ്. അല്ലെങ്കിൽ പാസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുത്ത് അതിവേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ഈ ഒരു വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെക്കാൾ ഏജ് കുറഞ്ഞ ഒരു വ്യക്തി ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്നുകിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്.
കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ജസ്റ്റിസ് തരാനായിട്ടാണ് വരുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയ ഒരു വ്യക്തിയായിരിക്കാം. എന്തായാലും ഈ ഒരു വ്യക്തി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം. അല്ലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. പഴയതിലും ശക്തമാക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പ്. അല്ലെ നിങ്ങളെ കുറച്ചുകൂടി വാല്യൂ ഉള്ളതാക്കി മാറ്റണം. കാരണം നിങ്ങൾ ഒരു വാല്യൂ ഇല്ലാതെ വലിച്ചെറിഞ്ഞ ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു പേഴ്സൺ. ഇപ്പോൾ നിങ്ങളെ വളരെയധികം വാല്യൂബിൾ ആക്കി മാറ്റാനായിട്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണെയാണ് കാണുന്നത്. അപ്പം ഈ ഒരു വ്യക്തി വളരെയധികം വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം. കാരണം അവർ ജീവിതത്തിലെ എല്ലാ തെറ്റുകളും മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ ഒരു വ്യക്തി ഒരു ഫയർ എനർജി പോലെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ലൈഫിൻ്റെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അതാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾക്ക് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് തന്ന് നിങ്ങളുടെ കൂടെ സന്തോഷത്തോടെ ഒരു ഹാപ്പി ലൈഫ് അതായത് നിങ്ങൾക്കൊരു ഹാപ്പി ലൈഫ് തരണം എന്നുള്ള രീതിയിൽ ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് ഒരു സ്റ്റെബിലിറ്റിയോട് കൂടിയിട്ട് നിങ്ങളുടെ ലൈഫ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ളത്? ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ സ്ട്രെസ് ഉണ്ടായിരിക്കാം ഇതിനോടകം തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ നടത്തേണ്ടതായിട്ടുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇമോഷണൽ ബർഡൻസ് ആയിരിക്കാം ഇതിനോടകം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മനസ്സിൽ ഒരുപാട് ഭാരങ്ങൾ ഉണ്ടായിരിക്കാം. ആരോടും ഒന്ന് തുറന്നു പറയാൻ കഴിയാത്ത അത്രയും രീതിയിലുള്ള സങ്കടങ്ങൾ ഉള്ളിലൊതുക്കിയായിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും സങ്കടങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര ദൂരം മുന്നോട്ട് പോകാൻ കഴിയും? അപ്പോൾ അതിനെല്ലാം റിലീസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആയി മാറേണ്ടതുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇന്നർ സ്ട്രെങ്ത് ആണ് ഇതിനോടകം തന്നെ ആവശ്യം. കാരണം ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല ആവശ്യം, നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് ആണ് ആവശ്യം. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ സ്ട്രെസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതിനെയെല്ലാം തന്നെ അതിജീവിക്കാനായിട്ട് നിങ്ങൾക്കൊരു മനോബലമാണ് വേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ആ ഒരു സ്ട്രെസ്സും എല്ലാം തന്നെ നിങ്ങൾ റിലീസ് ചെയ്യുക. ഈ ഹയറോഫന്റ് കാർഡ് കിട്ടിയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു സ്ട്രെസ്സും ഒക്കെ ഉണ്ടല്ലോ, അത് റിലീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. അത് ചിലപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ ഒരു അടുത്ത സുഹൃത്തിനോടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ നിന്നായിരിക്കാം. ആ ഒരു അഡ്വൈസ് സ്വീകരിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലും സ്ട്രെസ്സോ ഡിപ്രഷനോ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. കാരണം നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഒരു കാർഡൂടെ നോക്കാം. ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ നിങ്ങളെ വഞ്ചിച്ച ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചവർ തന്നെ ആയിരിക്കാം. നിങ്ങളെ പുറകിൽ നിന്ന് കുത്തിയൊരവസ്ഥയാണ് കാണുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഇരുന്ന സമയത്ത് നിങ്ങളെ പുറകിൽ നിന്ന് കുത്തിയൊരവസ്ഥയാണ് കാണുന്നത്. നിങ്ങൾ ഇതിനോടകം തന്നെ ഒരുപാട് അനുഭവിച്ച ഒരു സിറ്റുവേഷൻ കാണുന്നു. നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യം തന്നെ നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നുണ്ടാവില്ല. ഒരുപാട് അനുഭവിച്ചതായിട്ടുള്ള സിറ്റുവേഷൻസ്. ഇനി എന്നെക്കൊണ്ട് പറ്റില്ല, ഇനി ഇതിൽ കൂടുതൽ അനുഭവിക്കാൻ എൻ്റെ സോളിന് കഴിയുകയില്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കേണ്ടത്, എന്നും നമ്മളുടെ ലൈഫിൽ ഇതുപോലുള്ള സിറ്റുവേഷൻ തന്നെ നിലനിൽക്കില്ല. ഇതുപോലുള്ള ആ ഒരു സിറ്റുവേഷൻ അനുഭവിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ എന്നും നമ്മളുടെ ലൈഫിൽ ഉണ്ടാകുകയില്ല. നമ്മളുടെ ലൈഫിൽ സന്തോഷിക്കാനുള്ള ഒരു അവസരം കൂടി ദൈവം തരുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
എപ്പോഴും ലൈഫിൽ സങ്കടങ്ങൾ മാത്രമായിരിക്കുകയില്ല, സന്തോഷിക്കാനുള്ള ഒരു അവസരം കൂടി ദൈവം തരുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ക്ലൂസും കൂടി നോക്കാം. ഫെബ്രുവരി, മുംബൈ, ഷാർജ, 2 months, ക്രിക്കറ്റ്, colored hair, accountant, number 2, 64, Attam, songs, Tricketa, number 18, 1996, 1994, indigo, green color, Sunday, 48, Magaram, 47, within 24 hours, within 48 hours, മൺഡേ. ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ചിലപ്പോൾ ആ ഒരു വ്യക്തി വിളിക്കുന്ന സമയമായിരിക്കാം. 1980, കണ്ണൂർ, ചോതി നക്ഷത്രം, കുവൈറ്റ്, 1975, 26, 40, ഇമോഷണൽ, മൂലം, സോഷ്യൽ മീഡിയ, 1 week, പൂരാട നക്ഷത്രം, 36, പുണർദം, ഉത്ര നക്ഷത്രം, ജാനുവരി, ഗ്രേ കളർ, അബുദാബി, ഫോട്ടോഗ്രാഫി, ജൂൺ, ഉത്രട്ടാതി നക്ഷത്രം, 28. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ്.